ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ, അർജുൻ കായംകുളമാണ്. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ മഴക്കാലമല്ലേ, നമുക്ക് വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മീനെ പിടിക്കാൻ പോവുകയാണ്. വരാൽ ചൂണ്ട ഇട്ടുകൊണ്ട് മീനെ പിടിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ പാടത്ത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു മഴക്കാലത്ത് മീനെ പിടിക്കാൻ പോവാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ മീനെ പിടിക്കാനുള്ള ഒരു മുൻ ഒരുക്കങ്ങൾ നമുക്ക് കാണാം. അതിന് നമ്മൾ ആദ്യം തട, അതായത് വാഴത്തട വെച്ചാണ് മീനെ പിടിക്കാൻ പോകുന്നത്. വാഴത്തടയ്ക്കകത്ത് ചൂണ്ട കെട്ടിയിട്ടാണ് നമ്മൾ മീനെ പിടിക്കാൻ പോകുന്നത് ഗേസ്. അതുകൊണ്ട് തടച്ചൂണ്ടെന്നാണ് നമ്മൾ ഈ നാട്ടിൽ ഇവിടെയൊക്കെ പറയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല, അതെന്താണെന്ന് എന്തെങ്കിലും കമന്റ് ചെയ്യണം. പിന്നെ അതുകൊണ്ട് നമ്മൾ തടച്ചൂണ്ടയിട്ട് വരാലിനെ പിടിക്കാൻ പോവാണ് ഗേസ്. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ട പള്ളത്തി എന്ന് പറയുന്ന മീനാണ് വേണ്ടത്. പള്ളത്തിയാണ് നമ്മൾ ഈ ഒരു ചൂണ്ടയിൽ ഇരയായിട്ട് വരാലിനെ പിടിക്കാനായിട്ട് നമ്മൾ കോർത്തിടുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ പള്ളത്തിയെ പിടിക്കണം, എന്നിട്ട് അത് വരാൽ ചൂണ്ടയ്ക്ക് അത് കോർത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മീനെ കിട്ടും. ചിലപ്പം മീനെ പള്ളത്തിൽ ചിലപ്പം മീൻ അടിച്ചുകൊണ്ട് പോകും, അതായത് മീൻ കഴിച്ചിട്ട് പോവും, കക്കി വെച്ചിട്ട് പോവും. എന്തുവായാലും അറിയത്തില്ല, കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. എന്തുവായാലും നമ്മളൊന്ന് ശ്രമിക്കാൻ പോവുകയാണ് ഗെയ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും വായോ, നമുക്ക് ഒരുമിച്ച് മീൻ പിടിക്കാൻ പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വരാൽ ചൂണ്ട എന്ന് പറയുന്ന സാധനം. വരാൽ ചൂണ്ട മറ്റ് ഉള്ള ചൂണ്ടയെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പം കൂടുതലാണ് ഇതിന്. ഇതാണ് നമ്മുടെ വരാൽ ചൂണ്ട. വേണ്ട ഗേസ്, ഇതാണ് വരാൽ ചൂണ്ട. ഇത് നമ്മളിപ്പോൾ ഇത് കെട്ടിയിരിക്കുകയാണ്. ഇത് കെട്ടിയിട്ട് നമ്മൾ ഇനി ഈ ഒരു തടയ്ക്കകത്ത് നമ്മളത് കെട്ടും. ഇതാണ് വരാൽ ചൂണ്ട. ഈ നൂല് കൊണ്ട് ഇത് കെട്ടിയിട്ട് ഇതിൻ്റെ അറ്റം നമ്മൾ നല്ലപോലെ ടൈറ്റ് ചെയ്യണം കേസ്. അതുകൊണ്ട് ഈ വാവച്ച് വലിച്ച് ടൈറ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഇത് ടൈറ്റ് ചെയ്യണം മാക്സിമം. അല്ലാത്ത പക്ഷം ഈ ഒരു ചൂണ്ട ഇത് ആ നൂലിൽ നിന്ന് ഊരിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത് രണ്ട് മൂന്ന് ചുറ്റിയിട്ട് അതിനകത്തോട് ഈ നൂല് കയറ്റിയിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യണം കേസ്. അപ്പോൾ ഗെയ്സ്, നമ്മുടെ ചൂണ്ട റെഡി ആയിരിക്കുകയാണ് ഗെയ്സ്. ഇപ്പോൾ നമ്മളൊരു 5 തടച്ചൂണ്ടയാണ്, നമ്മളൊരു 5 എണ്ണമാണ് നമ്മളിപ്പോൾ റെഡി ആയിരിക്കുന്നത്. ഈ ഒരു 5 വരാൽ ചൂണ്ടയാണ് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഗെയ്സ്. അപ്പോൾ നമുക്കിനിയിപ്പം നേരെ ഇനി നമ്മൾ നമ്മുടെ ചിറയുണ്ട് ഇവിടെ, ആ ചിറയിലേക്ക് പോകാം. ചിറയിൽ നിന്നാണ് നമ്മൾ പള്ളത്തിയെ പിടിക്കാൻ പോകുന്നത്. പള്ളത്തിക്കുള്ള മൈദ ഇതാണ്ട് ഇവിടെ കുറച്ച് നമ്മൾ പള്ളത്തിയെ പിടിക്കാനുള്ള മൈദ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ ഗെയ്സ്, ഇതിനകത്ത് മൈദയാണ്. മൈദയാണ് ഗൈസ്. ഇതിനകത്ത് നമ്മളിപ്പം പള്ളത്തിയെ പിടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിനകത്ത് തടച്ചുകൊണ്ടാണ് ഗൈസ് നമ്മൾ ചൂണ്ടയിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോയിട്ട് നമ്മുടെ വയലിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചൂണ്ടയിടുകയാണ്. നമ്മൾ ഒരു മീനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ചിറയിൽ നിന്നാണ് ചൂണ്ടയിടുന്നത്. തൊട്ടപ്പുറത്ത് വയലുണ്ട്. പക്ഷെ നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതികൂലമാണ് ഗെയ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ച കഴിഞ്ഞാണ് ഈ ചൂണ്ടയിടാനായിട്ട് ഇവിടെ വന്നത്. പക്ഷേ ഈ സമയത്ത് ഇവിടെ പരൽ എന്ന് പറയുന്ന മീൻ മാത്രമേ കിട്ടുന്നുള്ളൂ. പള്ളത്തി മീനെ കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെ വെയിൽ
വെയിൽ സമയത്ത് വന്നിരുന്നെങ്കിൽ, ഉച്ചയ്ക്ക് മുമ്പ് വെയിൽ സമയത്ത് വന്നിരുന്നെങ്കിൽ ഈ പള്ളത്തി എന്ന് പറയുന്ന മീനെ കിട്ടുന്നതായിരിക്കും. ഇപ്പം നമുക്ക് കിട്ടിയ പരളാണ്. ഈ പരളിനെ നമുക്ക് വരാൽ ചൂണ്ടയ്ക്കകത്ത് കൊരുത്തിട്ടാൽ അത് എത്രമാത്രം സക്സസ്ഫുൾ ആകുമെന്ന് നമുക്ക് പറയാൻ ഉറപ്പില്ല. കാരണം പരൽ എന്ന് പറയുന്ന മീൻ പള്ളത്തിയുടെ കൂട്ട് ലൈഫ് കുറവാണ്. കാരണം വെച്ചാൽ പെട്ടെന്ന് ചൂണ്ടയിൽ കൊരുത്തു കഴിഞ്ഞാൽ അതങ്ങ് മരണപ്പെടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുണ്ട്. പള്ളത്തിയാണെങ്കിൽ അങ്ങനെ പെട്ടെന്നത് ചത്തുപോകില്ല. അത് ആ ചൂണ്ടയിൽ തന്നെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുഴയും. അന്നേരം ഈ ചൂണ്ട അനങ്ങും. അതായത് ഈ പള്ളത്തി കിടന്ന് അനങ്ങുമ്പം വലിയ മീനുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും അതിനെ ക്യാച്ച് ചെയ്യുകയും ചെയ്യും. പക്ഷെ പരലെന്ന് പറയുന്ന മീൻ പെട്ടെന്ന് ചത്തു പോകുന്നതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് വലിയ വലിയ മീനുകൾ ക്യാച്ച് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ പരലിനെ കോർത്തിട്ട് കഴിഞ്ഞാൽ എത്രമാത്രം സക്സസ്ഫുൾ ആകുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. എന്നിരുന്നാൽ തന്നെ നമ്മൾ അത് പരലിനെ കോർത്ത് നമ്മൾ ആ മീനെ പിടിക്കാൻ വേണ്ടി കിട്ടിയ ചൂണ്ടയിലെല്ലാം നമ്മൾ പരലിനെ കോർത്തിട്ടു. പക്ഷേ ഒരു മീൻ പോലും നമുക്ക് കിട്ടിയില്ല. ഒരു 4 എണ്ണത്തിനകത്ത് ഉള്ള പരലിനെ അത് അടിച്ചുകൊണ്ട് പോയി, അത് തീറ്റി അടിച്ചുകൊണ്ട് പോയി. ഒരൊറ്റ അതിനകത്തു നിന്നുള്ളത് പരൽ മാത്രം ചത്ത് പൊന്തി മലന്ന് കിടപ്പുണ്ട്. ബാക്കിയെല്ലാം 4 എണ്ണം നമുക്ക് നഷ്ടപ്പെട്ടു. എന്നിരുന്നാൽ തന്നെ നമ്മൾ പിന്മാറിയില്ല. നമ്മൾ എന്ത് ചെയ്തെന്നോ, നമ്മുടെ കയ്യിലൊരു ചെറിയ വലയുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ ഒരു തോടുണ്ടായിരുന്നു. ആ തോട്ടിൽ കൊണ്ടുവന്ന് ആ വല കൊണ്ടുവന്ന് വെച്ചു. ഒരു സൈക്കിൾ റിമിനകത്ത് ഒരു ഒരു നീട്ടുവല പോലെ നമ്മൾ കെട്ടിയിട്ട് അത് പിന്നെ തോടൊഴുകുന്ന വായ്ക്ക് കൊണ്ട് വെച്ചു. എങ്ങനെയെങ്കിലും ഒരു മീനെ തപ്പിയെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗൈസ് നമുക്ക് ആ ഒരു വല വെച്ചു. അന്ന് നൈറ്റ് തന്നെ നമ്മൾ വല വെച്ചു. ഈ ഒരു ചൂണ്ടയിടാൻ പോകുന്നതിന് വൈകുന്നേരം തന്നെ നമ്മൾ വല വെച്ചു. പിറ്റേന്ന് രാവിലെ പോയി ആ വല പൊക്കിയപ്പോൾ വരാലിനെ അതിനകത്തുനിന്ന് നമുക്ക് കിട്ടി ഗൈസ്. അങ്ങനെ ആ ചൂണ്ടയിടിയിൽ 3G ആയെങ്കിലും അല്ലാതെ നമുക്ക് വരാലിനെ ഒരെണ്ണത്തിനെ നമുക്ക് ആ വലയിൽ നിന്ന് കിട്ടി. എന്തായാലും നമ്മുടെ ഇത് പ്രയത്നം വിഫലമായില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.